മലപ്പുറം താനൂരിൽ നിന്ന് നാട് വിട്ട പെൺകുട്ടികളെ കുടുംബത്തിനൊപ്പം വിടാതെ പോലീസ്. കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റി. പോലീസും CWCയും കുട്ടികളുടെ മൊഴിയെടുത്തു. സംഭവത്തിൽ അറസ്റ്റിലായ എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ രക്ഷിതാക്കളെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യം വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് എല്ലാവരും നൽകിയ പിന്തുണയിൽ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക, അവരുടെ മനസ്സിൽ എന്തൊക്കെയാണോ എന്താ പറയുന്നത് ഉള്ളത് അതൊക്കെ ഒന്ന് മായ്ച്ചു കളഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന രീതിയിൽ ആണോ ഇവരെ ഇനിയും കുറച്ചു സമയം കൂടി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിടാമെന്ന തീരുമാനം? അപ്പം തന്നെ ഈ റഹീം അസ്ലം എന്തെങ്കിലും കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാണോ? ക്രിസ്റ്റീന, നിലവിൽ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കിയ ശേഷം കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് നിലവിൽ CWCയുടെ തീരുമാനം. കുട്ടികളെ നിലവിൽ താനൂർ പോലീസിന്റെ പരിധിയിൽ നിന്നും കുട്ടികളെ നിലവിൽ CWCയുടെ കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മലപ്പുറം സ്നേഹിതയിലേക്കാണ് കുട്ടികളെ മാറ്റിയിരിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് നൽകാനാണ് CWCയുടെ തീരുമാനം. പോലീസും CWCയും ഒക്കെ തന്നെ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് CWC എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കുട്ടികളുടെ രഹസ്യ മൊഴി 2 ദിവസത്തിന് ശേഷം മാത്രമേ നൽകുകയുള്ളൂ എന്ന് അല്ലെങ്കിൽ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് CWC തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികളുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് CWC എത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ തന്നെ ഈ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത അക്ബർ റഹീം എന്ന റഹീം അസ്ലമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ അല്ലെങ്കിൽ മത്സരത്തിന് മുമ്പ് ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ ഹാജരാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കുട്ടികളുടെ മൊഴിയെടുപ്പ് അടക്കം വൈകിയ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും വൈകിയതിനാലാണ് ഇന്നലെ മത്സരത്തിന് മുമ്പ് ഹാജരാക്കാൻ വൈകിപ്പോയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ വഴി പിന്തുടരൽ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോക്സോ വകുപ്പുകൾ കൂടി ഇതിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഇത്തരം വകുപ്പുകൾ ചുമത്തിയുള്ള പോക്സോ കൂടി വരുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന.